ഉമ്മ വിശക്കുന്നു ഉമ്മ. ഇനിയും എനിക്ക് വിശന്നിരിക്കാൻ വയ്യേ. ഉമ്മ വെള്ളം കുടിച്ച് കുടിച്ച് ഛർദിക്കാൻ വരുന്നു. ഞാൻ മണ്ണ് വാരി തിന്നട്ടെ? ഉപ്പയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്തെങ്കിലും കൊള്ളിയോ കെയിങ്ങോ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുമായിരുന്നു. നാളെ മുതൽ സ്കൂളിലേക്കും പോകണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഉച്ചക്കഞ്ഞായിരുന്നു പ്രതീക്ഷ, അതും പോയി. ഉമ്മ ഓടി വരുമ്മ. എന്ത് പറ്റി മക്കളെ? വിശക്കുന്നുമ്മ. കുഞ്ഞാവയ്ക്ക് വല്ലതും കൊടുത്തോ ഉമ്മ? എന്തു കൊടുക്കാൻ? ഒന്നുമില്ല, കരയുമ്പോൾ പാല് കൊടുക്കും. ഉമ്മ നമ്മളൊന്നും കഴിക്കാതെ മരിച്ചു പോവോ ഉമ്മ? ഇതൊക്കെ പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളാണ്. ക്ഷമിക്കും മക്കളെ. ഇന്ന് കുട്ടികളെ എങ്ങനെയെങ്കിലും ഓർക്കാം, പക്ഷെ നാളെ ഈ ഒന്ന് സമാധാനായിരിക്കും, എന്തെങ്കിലും ഒരു വഴി കാണും. ഹലോ അതിന് പാല് കൊടുക്ക്, അതിന് വിശക്കുന്നുണ്ടാവും, അതെങ്കിലും വിശപ്പറിയാതിരിക്കട്ടെ. മൂസ, മജീദേ, ഈറ്റിങ്ങളെ കരച്ചിലേട്ട് ഇരിക്കാൻ വയ്യ, എന്താ ഒരു വഴി? ഞാൻ മയ്യത്തിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് അറിയാൻ വന്നതാ. അതിനി നോക്കണ്ട, ഹാജർ തന്നെ അങ്ങനെ പറയണേ. അല്ലെങ്കിൽ തന്നെ വെള്ളത്തിൽ ഒളിച്ചു പോയാൽ എവിടെ പോയി അന്വേഷിക്കാനാണ്? അവൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വേറെന്ത് പറയാനാ, കുട്ടികളുടെ കരച്ചിലടക്കാൻ പോലും പറ്റുന്നില്ല. നമുക്കെന്ത് വഴിയുണ്ടോന്ന് നോക്കാം. മജീദേ, അനക്ക് തരാൻ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയുന്നതല്ലേ, വാ നമുക്ക് പോവാം. വാലേക്കും സലാം. ഒന്നും ഒത്തില്ലല്ലേ? ഇല്ല, ഒന്നും ശരിയായില്ല. ആരും ഒരു ജോലിയും തന്നില്ല. കുറെ പൈസ കൊടുക്കാനുള്ളതും കൊണ്ട് ആരും ഒരു പൈസയും തന്നില്ല. ഇനിയിപ്പൊ എങ്ങനെ ഈറ്റിങ്ങളെ പള്ള നടക്കിയ? കുട്ടികൾക്ക് സ്കൂളിലും പോകണ്ടായിരുന്നു, ഉടുപ്പുകളെല്ലാം കീറി തുടങ്ങി. ഈ ഒന്ന് സമാധാനായിരിക്കും, പഠിച്ച റബ്ബുണ്ടാവും നമ്മളെപ്പരം. അതിന് പാല് കൊടുക്ക്, അതിന്റെ കച്ചിലോട്ട് നിൽക്കാൻ വയ്യ. ഉമ്മ നമ്മള് കളിക്കാൻ പോട്ടെ? എന്റെ റബ്ബേ, എന്താണ് ഈ കാണുന്നത്? എന്തൊരു കാഴ്ചയാണ്! പാലിന് പകരം കുഞ്ഞു ചോരയാണോ കുഞ്ഞു ഉച്ചി കുടിക്കുന്നത്? എന്റെ റബ്ബേ, എനിക്കിത് സഹിക്കാനാവുന്നില്ല. ഇനി എനിക്കൊന്നും നോക്കാനില്ല. കട്ടുണ്ടാണേലും കൊന്നിട്ടാണേലും ഈറ്റിങ്ങളെ പള്ള ഞാൻ നിറയ്ക്കും.
എന്തേലും ജോലി ഏട്ടാ. എനിക്ക് വേറെ പണിയുണ്ട്. ഏട്ടാ എന്തേലും. നിനക്കൊന്നും അവിടെ ജോലിയില്ല. നിങ്ങൾ എനിക്ക് ജോലി തന്നില്ലെങ്കിൽ വേണ്ട, ഞാനിനി മോഷ്ടിക്കും. എടാ ദാ അവിടെ നിന്ന് എന്തോ ശബ്ദം അബ്ദുവിന്റെ കേൾക്കുന്നല്ലോ. കടയിൽ നിന്നാണെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. എടാ ദാ ഇവിടെ ആരോണ്ട്, വേഗം വാടാ. ഓടി വരണേ, കടയിൽ കള്ളം കയറി, ഓടി വരണേ. റബ്ബേ ഞാൻ കള്ളനല്ല. വിടരുത് അവനെ. ഞങ്ങൾ കാണില്ലാന്ന് കരുതിയാണ് നീ മോഷ്ടിക്കാൻ ഇറങ്ങിയത്. എല്ലാവരും മണ്ടന്മാരൊക്കെ അവനെ കട്ടുകൊണ്ട് പോവുകയാ. പിടിക്കവനെ, പിടിച്ചു കെട്ടവനെ. ഞാൻ പോലീസിനെ വിളിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഹലോ പോലീസ് സ്റ്റേഷൻ, ഇവിടെ അങ്ങാടിയിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. അല്ലോ അവനെ വിടൂ, അവൻ കള്ളല്ല, അവന്റെ സുഹൃത്താണ്. നീ അവന്റെ കൂട്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഒറ്റക്കൊരുത്തന്നെ കൂട്ട് തകർത്ത് ഇത് പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് മനുഷ്യരാണോ? മജീദേ ഈച്ചങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പോരാത്ത കാര്യം നോക്ക്. ആയില്ലല്ലോ. എന്ത് കുടിക്കാൻ? കൊടുക്കട്ടെ? ഒരു അപകടം പറ്റി. മൂസ ഒരു അങ്ങാടിയിലെ കടയിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു. ഞാൻ പലതും പറഞ്ഞു നോക്കി, ഒന്നും നടന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ വന്ന് പറയാം. കുട്ടികളെ, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്. ഭക്ഷണമോ? എന്താണത്? എന്തു പറ്റി? എനിക്ക് മോൻ എന്തു പറ്റി? അയ്യോ, മൂസ ഒരു അപകടം പറ്റി. എന്താണ് പറ്റിയത് മജീദേ? ഹാജറയും കുട്ടികളും വിഷം കഴിച്ചു മരിച്ചു. എന്റെ റബ്ബേ, എന്താണ് ഈ കേൾക്കുന്നത്? എല്ലാം ഈ സമൂഹമാണ്. എന്നെ കള്ളനാക്കിയതും ഹാജറയും കുഞ്ഞുങ്ങളും കൊന്നതും എല്ലാം ഈ സമൂഹമാണ്. ഞാൻ ഈ സമൂഹത്തെ ഇല്ലാതാക്കും. സുഹൃത്തെ, നമുക്ക് ഈ തൊഴിൽ വേണ്ട. നീ ഇത് പിടിച്ചോ. ഇല്ല, ഞാൻ ഇനി മോഷ്ടിക്കും. ഇനി നമ്മൾ തമ്മിൽ ഒരു കൂട്ടുമില്ല.
നീ കള്ളനാ, ഇനി എന്റെ മുമ്പിൽ കണ്ടുവരും. നിനക്കൊക്കെ കക്കാനല്ലേ ജോലി? ഇന്നാ ഇത് കഴിച്ചോളൂ. നന്ദിയുണ്ട് ഏട്ടാ, ഒരുപാട് ദിവസമായി എന്തേ കഴിച്ചിട്ട്. നീ ആരാണ്? നിനക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ പാവപ്പെട്ടൊരു മരം വെട്ടുകാരനാണ്. എന്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചതോടെ ഞങ്ങളുടെ കുടുംബം ആകെ ദാരിദ്ര്യത്തിലായി. അതോടെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ജോലിയും പണവും എല്ലാം ചെന്ന് അന്വേഷിച്ചു. ആരും എനിക്ക് ഒന്നും തന്നില്ല. അതോടെ ഞാൻ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. സാരമില്ല, നീ ഇപ്പോൾ വിശ്രമിച്ചോളൂ. ആരാണ് ഞാൻ അറിയാത്ത ആൾക്കാരെ വീട്ടിൽ കയറ്റി താമസിക്കുന്നത് ശരിയല്ല. അതൊന്നുമല്ല, അദ്ദേഹം അങ്ങാടിയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്. അയാൾ ഒരു കള്ളനാണ്. അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങാടിയിൽ നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ചു. സമയം വൈകി. അയാൾ ഇവിടെ നിന്നോട്ടെ, ബാക്കി നമുക്ക് നാളെ നോക്കാം. നോക്കണേ, എങ്ങനെയെങ്കിലും നോക്കാൻ
ഇവിടുത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. അപ്പോഴേ പറഞ്ഞത് അയാൾ ഒരു കള്ളനാണെന്ന്. ഇപ്പോൾ എന്തായി? എല്ലാം പോയില്ലേ? എന്തായാലും നമുക്ക് പോലീസിനെ അറിയിക്കാം. ഇവിടെ വെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്ത് ഒരു മോഷണം നടന്നിട്ടുണ്ട്. കോള് കിട്ടി. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇത് നിങ്ങളുടെ അതെ, ഇത് എവിടുന്ന് കിട്ടി? ഇവൻ മോഷ്ടിച്ചതാ. അതൊന്നുമല്ല, ഞാനിത് ഇവന് കൊടുത്തതാണ്. നിനക്ക് ഇത് മാത്രമല്ലല്ലോ, ഞാൻ വേറെയും കുറെ സാധനങ്ങൾ തന്നിട്ടില്ലായിരുന്നു. നീ എന്തുകൊണ്ട് ഇത് മാത്രം എടുത്തു? നന്ദിയുണ്ട് കേട്ടാ, ഒരുപാട് നന്ദി. നിങ്ങൾ കാരുണ്യവും കരുണനും സാരമില്ല, നീ ഇപ്പോൾ സത്യവാനായി ജീവിക്കാൻ ഈ അവസരം നീ മുതലെടുക്കുക. ദൈവത്തെ ഓർക്കുക, എനിക്ക് കക്കരുത്.